മലയാളികൾക്ക് ഏറെ പരിചിതമായ നടിയാണ് മിയ ജോർജ്. സീരിയലിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന മിയ 2010 പുറത്തിറങ്ങിയ ഒരു സ്മോൾ ഫാമിലി എന്ന ചിത്രത്തിലൂടെയാണ് തൻ്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത്. മലയാള സിനിമയിലെ ഒരു അഭിനേത്രിയാണ് ജിമ്മി ജോർജ് എന്ന മിയ ജോർജ്. 2008 മുതൽ മലയാള സിനിമയിലെ സജീവമായ മിയ 2015 അനാർക്കലി എന്ന സിനിമയിലെ ഡോക്ടർ ഷെറിൻ എന്ന കഥാപാത്രത്തിലൂടെയും മലയാളികൾക്ക് ശ്രദ്ധയായി മാറി. മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ താനെയിലെ ഡുംബിവാലിയിൽ ഒരു മലയാളി ക്രിസ്ത്യൻ കുടുംബത്തിൽ ജോർജിൻ്റെയും മിനിയുടെയും രണ്ടാമത്തെ മകളായി 1992 ജനുവരി 28 മിയ ജനിച്ചു. പിന്നീട് 5-ാം വയസ്സിൽ കോട്ടയം ജില്ലയിലെ പാലയിലേക്ക് താമസം മാറി. ഭരണങ്ങാനത്തെ ഡ്രഗേഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ, അവിടെ തന്നെയുള്ള സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവർ പാലായിലെ അൽഫോൻസ കോളേജിൽ നിന്നും BA ബിരുദവും പാലായിലെ തന്നെ സെൻറ് തോമസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. മലയാള ചലച്ചിത്ര നടിയാണ് മിയ ജോർജ് എന്നറിയപ്പെടുന്ന ജിമ്മി ജോർജ്. മുംബൈയിൽ ജനിച്ചു വളർന്ന മിയ പരസ്യ ചിത്രങ്ങളിലാണ് ആദ്യമായി അഭിനയിച്ചത്. പിന്നീട് അൽഫോൻസോമ എന്ന ടെലിവിഷൻ പരമ്പരയിൽ മാതാവിൻ്റെ വേഷം ചെയ്തു. 2020 സെപ്റ്റംബർ 12 മിയ ജോർജ് വ്യവസായിയായ അശ്വിൻ ഫിലിപ്പിനെ വിവാഹം ചെയ്തു. പിന്നീട് കുഞ്ചാക്കോ ബോബൻ നായകനായ വിശുദ്ധനിലൂടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും നിരവധി സിനിമകളുടെ ഭാഗമാകുകയും ചെയ്തു. ഇപ്പോൾ നടി ഡയാന ഹമീദിനെ കുറിച്ചും നടിയെ താൻ ആദ്യമായി കണ്ടതിനെ കുറിച്ചും പറയുകയാണ് മിയ. ഡയാനയെ താൻ ആദ്യമായി കാണുന്നതും ഒരു ഇവന്റിൻ്റെ ഇടയിലായിരുന്നുവെന്ന്, അന്ന് ഡയാന പരിപാടിയിൽ ചുറുചുറുക്കോടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിരുന്നുവെന്നും മിയ പറഞ്ഞു. അന്ന് താൻ ഡയാനയെ വായി നോക്കി നിന്നുവെന്നും ഈ കുട്ടിയെ എന്താണ് ആരും സിനിമയിൽ വിളിക്കാത്തതെന്നും ചിന്തിച്ചുവെന്നും മിയ പറഞ്ഞു. പിന്നീട് യുവം എന്ന സിനിമയിൽ ഡയാനയെ നായികയായി കണ്ടപ്പോൾ തനിക്ക് അതിൽ ഒരുപാട് സന്തോഷം തോന്നിയെന്ന് നടി കൂട്ടിച്ചേർത്തു. ഡയാനയെ ഞാൻ ആദ്യമായി കാണുന്നത് ഒരു ഇവന്റിൻ്റെ സമയത്താണ്. അന്ന് അവൾ നല്ല ചുറുചുറുക്കോടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും മിടുമിടുക്കിയായി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ ആദ്യം വെൽക്കം ചെയ്യുന്ന പരിപാടിയായിരുന്നു. ഞാൻ അപ്പോൾ സത്യത്തിൽ ഡയാനയെ വായി നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഡയാന നല്ല വേഷമൊക്കെ ഇട്ട് സുന്ദരിയായി ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ആലോചിച്ചത് ഒരു കാര്യം മാത്രമായിരുന്നു. നല്ല മിടുക്കി കുട്ടിയാണ്, കാണാനും ഭംഗിയുണ്ട്, വളരെ നന്നായി സംസാരിക്കുന്നുമുണ്ട്. എന്നിട്ടും ഈ കൊച്ചിനെ എന്താണ് ആരും സിനിമയിൽ വിളിക്കാത്തത് എന്നായിരുന്നു ഞാൻ അപ്പോൾ ആലോചിച്ചത്. അതിനുശേഷം ഞാൻ ഡയാനയെ ഏതൊക്കെയോ പ്രോഗ്രാമുകൾ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഈ കുട്ടി ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നായിരുന്നു ഞാൻ ഓർത്തത്. പിന്നീടാണ് യുവം എന്ന സിനിമ വരുന്നത്. അത് കണ്ടതോടെ എനിക്ക് സത്യത്തിൽ ഒരുപാട് സന്തോഷം തോന്നി. പിന്നീട് ഡയാനയെ പലതവണ ഞാൻ കണ്ടിരുന്നു, മിയ ജോർജ് പറയുന്നു. കറി പൗഡറിൻ്റെ പരസ്യത്തിൽ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ചതിന് മിയ ജോർജിനെതിരെ കമ്പനി ഉടമ മാനനഷ്ട കേസ് ഫയൽ ചെയ്തുവെന്ന വ്യാജ വാർത്തകളിൽ മറുപടിയായി നടി എത്തിയിരുന്നു. ഇത്തരത്തിലൊരു നിയമ നടപടി തനിക്കെതിരെ നടക്കുന്നതായി ഇത്തരം വ്യാജ വാർത്തകൾ ആരാണ് പടച്ചുവിടുന്നതെന്ന് എനിക്കറിയില്ല, മിയ ജോർജ് കുറിച്ചു. കറി പൗഡറിൻ്റെ പരസ്യത്തിൽ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ചതിന് കമ്പനി ഉടമ നടിക്കെതിരെ 2 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടെന്നായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്. താൻ നൃത്തം ചെയ്യുന്ന വീഡിയോകളുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ട്രോളുകളും പരിഹാസങ്ങൾക്കും മറുപടി നൽകി മിയ ജോർജ്. 2 മണിക്കൂർ നീണ്ടുനിന്ന നൃത്ത പരിപാടിയുടെ അവസാന 5 മിനിറ്റിൻ്റെ ദൃശ്യങ്ങളാണ് പ്രചരിച്ചതെന്നും ട്രോൾ ഉണ്ടാക്കി വിൽക്കുന്നതിന് റോയൽറ്റി ഒന്നും ചോദിക്കുന്നില്ലെന്നും മിയ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച നീണ്ട കുറിപ്പിനൊപ്പം നൃത്ത പരിപാടിയുടെ വീഡിയോയും മിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂർ ഡാൻസ് പ്രോഗ്രാം കവർ ചെയ്യാൻ വന്ന മീഡിയക്കാരുടെ ഒക്കെ ക്യാമറകൾ കേടുവന്നതിനാൽ അവർക്ക് അവസാന 5 മിനിറ്റ് മാത്രമേ ക്യാമറയിൽ കിട്ടിയുള്ളൂ എന്ന് തോന്നുന്നു. ഒരു പരിപാടി കവർ ചെയ്യാൻ വരുമ്പോൾ മിനിമം റെക്കോർഡിംഗ് വർക്കാവുന്ന ക്യാമറയെങ്കിലും എടുക്കണ്ടേ? ട്രോളന്മാർ കഷ്ടപ്പെടുകയാണ് ഓരോ വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായ കണ്ടന്റ് ഉണ്ടാക്കുവാൻ. പോട്ടെ, സാരമില്ല, റോയൽറ്റി ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, കയ്യിൽ വെച്ചോളൂ കേട്ടോ, മിയ കുറിച്ചു. ഇതിന് താഴെ നിരവധി പേർ മിയയ്ക്ക് പിന്തുണയുമായി കമൻറ്റ് ചെയ്തു. മിയയുടെ നൃത്തത്തെ വിമർശിച്ചുള്ള കമൻറ്റുകളും പോസ്റ്റിന് താഴെയുണ്ട്. കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിലാണ് മിയ നൃത്ത പരിപാടി അവതരിപ്പിച്ചത്. മലയാളത്തിലെ മുൻനിര നടിയാണ് മിയ ജോർജ്. മലയാളത്തിൽ മാത്രമല്ല മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും മിയ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. നായികയായും സഹനടിയായും കയ്യടി നേടിയിട്ടുണ്ട് മിയ. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് മിയ ജോർജ്. കഴിഞ്ഞ ദിവസം ആറ്റുകാൽ ക്ഷേത്രത്തിൽ താളമേളം പരിപാടിയിൽ മിയ നൃത്തം അവതരിപ്പിച്ചിരുന്നു.
ഇതിൻ്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്.